ഹലോ എവ്രി വൺ, ദിസ് ഈസ് എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഞാൻ എൻ്റെ ഒരു സൺഡേ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. നമ്മൾ രാവിലെ തന്നെ അടുത്തുള്ളൊരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് നമ്മുടെ ഗ്രോസറീസും കാര്യങ്ങളൊക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ അതിനിറങ്ങിയേക്കാണ്. ഇത് നമ്മുടെ ഡോമിൻ്റെ ലോബിയാണ്. ലോബിയിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തി. ആക്ച്വലി നമുക്കിവിടെ എല്ലാവർക്കും ഈ ബൈക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയാണ്. എവിടേക്കെങ്കിലും പോകണമെങ്കിലും ഇങ്ങനെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിലൊക്കെ ഭയങ്കര ഈസിയാണ്. അങ്ങനെ നമ്മൾ ബൈക്ക് എടുത്ത് ഇറങ്ങി. ഞാൻ എൻ്റെ റൂംമേറ്റിൻ്റെ കൂടെയാണ് പോണത്. ഈ വിഷ്വൽസൊക്കെ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഞാൻ 2-3 ഷോർട്സ് ഇതിന് മുമ്പ് ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഒരു ഷോപ്പിംഗ് മാൾ ഉള്ളത്. അങ്ങനെ നമ്മൾ കാർട്ടൊക്കെ എടുത്തിട്ട് അകത്ത് കയറി. ആക്ച്വലി നമ്മൾ മുൻപേ ഡിസൈഡ് ചെയ്ത് വെക്കും എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ഭയങ്കര ഈസിയാണ് ഷോപ്പിംഗ് ഒക്കെ. അതുപോലെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങാറില്ല. കുറച്ച് വാങ്ങിയിട്ട് പിന്നെ നമ്മളിങ്ങനെ റീസ്റ്റോക്ക് ചെയ്യാണ് ചെയ്യാറ്. അതുപോലെ ഇവിടുന്ന് ചില സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങാറ്. പോർക്ക് കണ്ടൻറ്റൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ സമ്മറാണ്, അപ്പോൾ പുറത്ത് നല്ല വെയിലും ചൂടൊക്കെ ആണ്. പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ പോയി. ഇതിന് നമ്മൾ മഞ്ഞക്കട എന്നാണ് പറയാറ്. നമ്മൾ മലയാളീസ് ഇട്ട പേരാണ്. ഈ കടയിൽ മെയിനായിട്ട് ചോക്ലേറ്റ്സ്, സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. നമ്മളിവിടെ പോയത്, അയ്യോ ഇവിടെ പാൽപ്പൊടി ഇല്ല. അതെ, നമ്മൾ പാൽപ്പൊടി വാങ്ങാനാണ് പോയത്. പക്ഷെങ്കിൽ പാൽപ്പൊടി അവിടെ ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ വേറൊരു ഷോപ്പിൽ പോയി. ഇതേപോലെ സൂപ്പർ മിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് പാൽപ്പൊടി കിട്ടി. ആക്ച്വലി ഈ പാൽപ്പൊടിയല്ല ഞാൻ വാങ്ങാറ്. ഞാൻ വാങ്ങണത് അവിടെ ഉണ്ടായിരുന്നില്ല, തീർന്നു പോയി തോന്നുന്നു. അങ്ങനെ പിന്നെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് തിരിച്ചു പോവാണ്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ മെയിൻ ഗേറ്റ് ആണ്. അങ്ങനെ നമ്മൾ ഡോമിൽ തിരിച്ചെത്തി. നമ്മൾ ഒരു 1:30-2 മണിയാവുന്ന സമയത്താണ് തിരിച്ചെത്തിയത്. അങ്ങനെ പെട്ടെന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു 4:30-5 മണിയാവുന്ന സമയത്ത് നമ്മൾ ജിമ്മിൽ പോകാനിറങ്ങി. നമ്മുടെ ബൈക്ക് നേരത്തെ ചാർജിൽ വെച്ചൊക്കെയായിരുന്നു. ഇത് നമ്മുടെ ഡോമിൻ്റെ അടുത്തുള്ള ചാർജിങ് സ്പേസാണ്. നേരത്തെ ഇതിൽ സ്പേസ് ഇല്ലാത്തത് കാരണം ഞാൻ ഈ ക്യാൻറ്റീൻ്റെ അപ്പുറത്തുള്ള ചാർജിങ് സ്പേസിലാണ് കൊണ്ടുപോയി ചാർജ് ചെയ്തത്. അങ്ങനെ നമ്മൾ ബൈക്കൊക്കെ എടുത്തിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ജിമ്മിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മുടെ ജിമ്മുള്ള ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ വേറൊരു ഗേറ്റ് ഉണ്ട്. അതാണ് ഈ ഗേറ്റ്. ഇത് നമ്മുടെ കോളേജിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്. പക്ഷേ ഡോമിൽ നിന്നാകുമ്പോൾ വേറെ ഗേറ്റാണ് സുഖം. അങ്ങനെ നമ്മൾ വീണ്ടും ഡോമിലെത്തി. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്ത് വേറൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു കഫേ പോലൊരു കിടില സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായി. പെട്ടെന്ന് തന്നെ മഴ തോർന്നു, കുറഞ്ഞു വന്നു. പിന്നെ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ
പോയി. ആ യൂണിവേഴ്സിറ്റി വലിയ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമുക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ അധികം ശരിക്കും വഴിയൊന്നും അറിയില്ല എങ്ങനെയാണ് പോണതെന്ന്. നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഓരോ വഴി കൂടെ പോയി അവസാനം നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു കഫേയാണ്. ആ കഫേൻ്റെ ചുറ്റോറും നമ്മുടെ താമരൻ്റെ ചെടികളൊക്കെ ആയിട്ട് ഒരു ലേക്കൊക്കെയാണ് ഉള്ളത്. അപ്പോൾ പകലൊക്കെ വന്ന്, അതായത് താമരയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും. പക്ഷേങ്കിൽ താമര വിരിയണ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേറ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഇയർ നമുക്ക് നേരത്തെ എത്തണം, ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണം. പിന്നെ നമ്മൾ കഫേൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പഠിക്കാനൊക്കെ പറ്റിയ ആംബിയൻസ് ആണ്, അടിപൊളി സ്ഥലമാണ്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നു യൂണിവേഴ്സിറ്റിക്ക്. പിന്നെ നമ്മൾ നേരെ യൂണിവേഴ്സിറ്റിൻ്റെ അകത്തുള്ള ക്യാൻറ്റീനിൽ പോയി. നമ്മളിങ്ങനെ കോഫി മാച്ച ഒക്കെ ഓർഡർ ചെയ്തു. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മാച്ചയാണ്. നിങ്ങളുടെ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി നമ്മൾ ക്ലാസ് ഉള്ള ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. സോ ബൈ ബൈ, താങ്ക് യു സോ മച്ച്.